അതായത് ഈ തുടരെന്ന് പറയുന്ന സിനിമ ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടതല്ല ഇതിനകത്തുണ്ട്. നല്ല ഭംഗിയുള്ള ഫൈറ്റ് ഉണ്ട്, നല്ല അടിപൊളി മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്, നല്ല പാട്ടുണ്ട്, നല്ല വിഷ്വൽ ട്രീറ്റ് ഉണ്ട്, നല്ലൊരു ക്ലൈമാക്സ് ഉണ്ട്, നല്ല നാച്ചുറൽ വിഷ്വൽ കാണാൻ പറ്റും, നല്ല മനോഹരമായ ആ കാടും ആ പ്രദേശം അതൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നല്ലൊരു എഫക്ട്സുകൾ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും എഫക്ട്സുകളായാലും ഒന്നും ഭയങ്കരമായി വൾഗറാക്കി നശിപ്പിച്ചിട്ടൊന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു സിനിമക്ക് വേണ്ടതെല്ലാം ഈ തുടരെന്ന് പറഞ്ഞ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അത് വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് തുടരെന്ന് പറഞ്ഞ സിനിമ. ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. നമുക്ക് നല്ല ഭംഗിയായിട്ട് കണ്ട് സന്തോഷത്തോടെ ഹാപ്പിയോടെ നമുക്ക് ഇറങ്ങി പോവാം. ഒരിക്കലും ഇത് കണ്ടിട്ട് ഇന്ന പടം പോലെ ശേഷോ അതങ്ങനെ ഇപ്പൊ ഇതിങ്ങനെ പോയി മറ്റേതുപോലെ ഇപ്പൊ ഇന്ന് ഇതൊന്നും പറയൂല. നമുക്ക് പറയാം അന്തസ്സോടെ നമ്മളെ മോഹൻലാലിനെ നമുക്ക് തിരിച്ചു കിട്ടി, നമ്മളാ പഴയ ലാൽ സാറിനെ കണ്ടു എന്ന് കണ്ണിറഞ്ഞ് സന്തോഷത്തോടെ നമുക്ക് പറയാം. കണ്ണ് നിറയുന്നത് ഇതിലെ കഥയിലെ ക്ലൈമാക്സിന്റെ കൊണ്ടൊന്നുമല്ല, നമ്മളെ പഴയ മോഹൻലാലിനെ കണ്ട നിർവൃതിയിലാണ് നമ്മൾ കണ്ണ് നിറഞ്ഞു പോകുന്നത്. സംതൃപ്തനായിട്ടൊരു സന്തോഷം ഉണ്ടല്ലോ നമ്മൾ കേട്ടോ. അതിന് ഏറ്റവും വലിയ തരുണിന്റെ ഒരു ബ്രില്യൻസ് കാണിച്ചെന്തെന്ന് വെച്ചാല്, ഇതൊരു ചെറിയ പടാന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ടുപോയിരുത്തി, നമ്മളെ ചെറിയ പടമായിട്ട് തന്നെയാ കണ്ടത്. പക്ഷെ പിന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലായത് ഇതൊരു ചെറിയ പടമൊന്നുമല്ല, പടം അത്യാവശ്യം നല്ല പടം തന്നെ. അതാ പറഞ്ഞു വീട്ടിലെ ഊണെന്നും പറഞ്ഞു പോയി കഴിച്ചിട്ട് അവസാനം തിരുവോണ സദ്യ കഴിച്ച് തിരുവോണ സദ്യയും കഴിച്ച് 150 റുപ്യന്റെ കൂടെ ഒരു ചിക്കൻ പൊരിച്ചൂടെ തന്നിട്ടുണ്ട്. അതും കിട്ടിയിട്ടുണ്ട്. അപ്പൊ കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ പ്രതീക്ഷിക്കാത്തോണ്ട്. ഞാൻ സത്യം ഞാനൊരു മുന്തിരിവള്ളി തളിർക്കുമ്പോൾ പോലത്തെ ഒരു സിനിമ പ്രതീക്ഷിച്ച് പോയാളാണ്. ഒരു ഫാമിലി സിനിമ. മുന്തിരിവള്ളി തളിർക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാടാണ്. നല്ലൊരു ലാൽ സാറിന്റെ ഒരു ഫാമിലി സിനിമയാണത്. അത്രയും പ്രതീക്ഷിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു സിനിമ. പക്ഷെ ഇന്റർവെല് കഴിഞ്ഞ് നോക്കുമ്പോ പിന്നെ വെടിച്ചില്ലും പുകയൊക്കെയാണ് നമ്മൾ കണ്ടത്. പുകയല്ല കേട്ടോ, ഞാൻ അങ്ങനെ ഇതായിട്ട് പറഞ്ഞല്ല. അങ്ങനെ ഒരു സാധനം നമുക്ക് കിട്ടി. അത് തൃപ്തിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. ഞാൻ അടുത്ത കാലത്ത് ഇത്രയും തൃപ്തികരമായിട്ട് തിയേറ്ററിൽ ഞാൻ ഇറങ്ങിയ സിനിമയില്ല.